ഇറക്കി. ആ ഷൂ എന്തായാലും തന്നെ പൊതയോ പൊതയോ. അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2021 ഞങ്ങളുടെ ആദ്യത്തെ ട്രാവൽ വ്ലോഗാണിത്. അതുപോലെ തന്നെ 2021 ആദ്യത്തെ യാത്രയുമാണിത്. ഈ യാത്രയ്ക്ക് ഒരുപാടധികം പ്രത്യേകതകളുണ്ട്. ഞങ്ങളൊരു ചീറ്റിപ്പോയ യാത്രയെന്ന് വേണമെങ്കിൽ പറയാം. ഈ യാത്ര ഒരിക്കലും കംപ്ലീറ്റ് അല്ല, അത് ഞാൻ ആദ്യമേ പറയുകയാണ്. ഞങ്ങളുടെ ഒരു ചുരുക്കം ചില യാത്രകൾ മാത്രമേ കംപ്ലീറ്റ് ആവാതെ പോയിട്ടുള്ളൂ. അതിൽ ഒരു യാത്രയാണിത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കുടുക്കാത്തുപാറയിലേക്കാണ്, കൊല്ലം ജില്ലയിലെ കുടുക്കാത്തുപാറയിലേക്ക്. നമ്മളിപ്പോൾ പോകുന്നത് കൊട്ടിയം വഴിയാണ് നമ്മൾ പോകുന്നത്. കൊട്ടിയത്തിൽ നേരെ നമ്മൾ ഇത്തിക്കര പാലത്തു നിന്ന് ഇടത്തേക്ക് കയറി, ഇടത്തേക്കുള്ള ആ റോട്ടിലേക്ക് കയറിയിട്ട് അവിടുന്ന് നേരെ പൂയപ്പള്ളി പോകുന്ന റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് ആയൂർ, അഞ്ചൽ, കുടുക്കാത്തുപാറ, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. കുടുക്കാത്തുപാറ കറക്റ്റ് കൊല്ലം ജില്ലയിലാണ്. ഏകദേശം കൊല്ലത്തുനിന്ന് 51 കിലോമീറ്ററാണ് കുടുക്കാത്തുപാറയിലേക്ക്. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഒരു രാവിലെ 10 മണി തൊട്ട് 4 മണി വരെയാണ് ഇത് തുറക്കുന്നത്. ഇപ്പോൾ വൈകിട്ടൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒരു 4 മണിക്ക് മുമ്പ് തന്നെ അവിടെ എത്തിച്ചേരുന്ന രീതിയിൽ പോകണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കയറി പോകാനുള്ള പാസ് കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ രാവിലെ 10 മണിക്കൊക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവിടെ വെയിലായിരിക്കും. മേളിൽ കയറി ചെല്ലുമ്പോൾ ഭയങ്കര വെയിലായിരിക്കും. ഈ ഒരു സീസൺ അവിടെ പോകാൻ നല്ല ബെസ്റ്റ് സീസണാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു വ്യൂ പോയിൻ്റാണ് കുടുക്കാത്തുപാറ എന്ന് പറയുമ്പോൾ. നമുക്ക് ഒത്തിരിയധികം അവിടെ നോക്കുമ്പോൾ ഒത്തിരിയധികം മലകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ കയറി പോകുമ്പോൾ പാസ് എടുക്കണം. 20 രൂപയാണ് ഒരാൾക്ക് പാസ്. അതുപോലെ തന്നെ 2 വീലറിനും കാറിനും ഒക്കെ എക്സ്ട്രാ പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അഞ്ചലാണ് കറക്റ്റ് ഈ ഒരു സ്ഥലം എന്ന് പറയാൻ, അഞ്ചലാണ്. താഴേന്ന് പാസ് എടുത്തിട്ട് ഏകദേശം ഒരു കുറച്ച് ദൂരം നമുക്ക് ബൈക്കിൽ പോകാൻ പറ്റും. കാർ കയറി പോകുമെന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കുറേ സ്റ്റെപ്പാണ്, ഒരു ഏകദേശം 350 സ്റ്റെപ്പോളം ഉണ്ട് നമുക്ക് മുകളിലേക്ക് നടന്ന് കയറാനായിട്ട്. അപ്പോൾ അത് കയറി മുകളിലേക്ക് എത്തുമ്പോഴത്തേക്കും അടിപൊളി ഒരു വിഷ്വൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് പാതി കൂടുതൽ വിഷ്വൽസ് കാണാനും പറ്റിയില്ല. അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ പറയാം. യഥാർത്ഥത്തിൽ ഞങ്ങൾ പോകേണ്ടത് ആയൂരിൽ നിന്ന് നേരെ അഞ്ചലാണ് പോകേണ്ടത്. പക്ഷെ ഞങ്ങൾ പോയത് ആയൂരിൽ നിന്ന് നേരെ കയറി നേരെ പോവുകയാണ്. നേരെ വേറെ ഏതോ ഒരു റൂട്ട് വഴിയാണ് ഞങ്ങൾ പോയത്. ഗൂഗിൾ മാപ്പിൽ കൂടെ നോക്കി തന്നെയാണ് ഞങ്ങൾ പോയത്. പക്ഷേ ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ അഞ്ചൽ വഴി പോകാമായിരുന്നു. പക്ഷേ ഞങ്ങൾ വേറൊരു റൂട്ട് വഴിയാണ് പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി വട്ടം വഴി തെറ്റി. ഞങ്ങൾ NH കൂടെയാണ് ആദ്യം പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് നേരെ വേറെ ഏതൊക്കെയോ വഴി കൂടെ കയറി, ഏതൊക്കെയോ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയൊക്കെയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞങ്ങളിതാ ഇപ്പോൾ ഈ പോകുന്ന വഴി കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഒരു റബ്ബറും തോട്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അഞ്ചൽ വഴി പോവുകയായിരുന്നെങ്കിൽ നമുക്ക് ഇതിൽ വേഗം എത്തിച്ചേരായിരുന്നു. ഞങ്ങൾ ഏകദേശം 2:30 ആയപ്പോഴാണ് കൊല്ലത്തു നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് വഴി തെറ്റിയിട്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി വന്നതാണ്. ആ ഒരു പോസ്റ്റ് കിടക്കുന്ന ആ ഒരു വഴിയാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചു തന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അത് അടച്ചു കിടക്കുകയായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടുന്ന് കുറേ ദൂരം വണ്ടി ഓട്ടിച്ച്, ഇങ്ങനത്തുള്ള ചെങ്കല്ല് വഴിയൊക്കെയാണ് കൂടുതൽ. ഞങ്ങൾ ഇതുവഴി കുറേ ദൂരം വണ്ടി ഓട്ടിച്ച് ഞങ്ങൾ വേറൊരു വാഴത്തോപ്പൊക്കെ ഉണ്ട്, അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾ കറക്റ്റ് റോട്ടിൽ കൂടെയാണ് ആദ്യമേ പോയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ആയൂരിൽ നിന്ന് ഞങ്ങൾക്ക് വഴി തെറ്റിയുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ മെനക്കേട് വന്നത്. ഞങ്ങൾ ഈ വഴിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളിതാ പയ്യതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ഇത്തിക്കര ആറിൻ്റെ ഏതോ കൈവഴിയും കണ്ടാണ്. ഷൂ എന്തായാലും തന്നെ പൊതയോ പൊതയോ. വെള്ളം നല്ല ആഴമുണ്ടോ? ആ പോയത് പൊതയത്തില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പയ്യ ആ വെള്ളത്തിൽ നിന്നൊക്കെ വണ്ടി കയറ്റി അപ്പുറത്തിറക്കി ഞങ്ങളിതാ കുടുക്കാത്തുപാറയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാ മേളിൽ കാണുന്നതാണ് കുടുക്കാത്തുപാറ. ഇവിടുന്ന് ഒരു ശകലം എന്താണ് നമ്മൾ കുടുക്കാത്തുപാറയിലെ എൻട്രൻസ് ഒക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ ഏകദേശം 4 മണിക്ക് എത്തിച്ചേർന്നു. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ 4 മണിക്ക് എത്തിയോണ്ട് തന്നെ ഞങ്ങൾക്ക് പാസ് കിട്ടിയില്ല. കാരണം ഞങ്ങൾ അങ്ങോട്ട് മേളിലോട്ട് കയറ്റി വിട്ടില്ല. കാരണം ഇവിടെ ഒരു 4 മണി വരെ മുകളിലേക്ക് കയറാനുള്ള പാസ് കിട്ടും. അത് കഴിഞ്ഞ് 4 മണിക്ക് ശേഷം ഇറങ്ങി വരാനാണ് സമയം. അതുകൊണ്ട് 4 മണിക്ക് ശേഷം ആരും പോകരുത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറേ കാഴ്ചകളൊന്നും നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ യാത്ര പൂർണ്ണമായിട്ടും ചീറ്റിയിരിക്കുകയാണ്.
ഞങ്ങൾക്ക് മേളിലോട്ട് കയറി ഒരു വിഷ്വൽസും കാണിച്ചു തരാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടുത്തെ കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വരുമ്പോൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 4 മണിക്ക് മുമ്പേ തന്നെ എത്തിച്ചേരുക. എത്തിയില്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളെ യാത്ര ചീറ്റി പോകുന്നതാണ്. അങ്ങനെ നമ്മുടെ ട്രിപ്പ് ഗംഭീരമായി ചീറ്റിയിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ചീറ്റിയിരിക്കുകയാണ്. ഞങ്ങൾ കൊടുക്കാത്തവരെ എന്താ തിരിച്ച് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ എങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അതാണ്ട് ഈ മേളിൽ കാണുന്നതാണ്, ഈ മേളിൽ കാണുന്നതാണ് കൊടുക്കാത്തവരെ. ഈ ഒരു വിഷ്വൽ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റൂ. കാരണം ഞങ്ങൾക്ക് അതോട്ട് കയറാൻ പറ്റില്ല, പാസ് കിട്ടിയില്ല. 4 മണി കഴിഞ്ഞാൽ പാസ് കിട്ടത്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് പാസ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ നിൽക്കുകയാണ്. കൊല്ലത്ത് നിന്ന് ഇത്രയും അത് വെറുതെയായി. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ നേരെ ഇവിടുന്ന് തന്നെ അടുത്ത് വേറൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോകാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ കൊടുക്കാത്തവരിൽ ഈ ഒരു വിഷ്വൽ മാത്രമേ നിങ്ങളെ ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇതൊരു വ്ളോഗായിട്ട് എടുത്തുകൊണ്ട് മാത്രമാണ് ഇത് അപ്ലോഡ് ചെയ്തത്. ഉറപ്പായിട്ടും ഇതിൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. കൊടുക്കാത്തവരിലെ ഫുള്ള് വിഷ്വൽസ് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച് തരുന്നതായിരിക്കും, ഉറപ്പായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം നമുക്ക് കൊടുക്കാത്തവരിലെ കുറച്ചധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുക്കാത്തവരിലെ കുറച്ച് വിഷ്വൽസ് ഫോട്ടോയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് വിഷ്വൽസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇതിന് ശേഷം നമ്മൾ പോകാൻ പോകുന്നത് കന്യാർകാവ് എന്ന് പറയുന്ന ഒരു വാട്ടർഫോൾസിലേക്കാണ്. ഒരു കൊച്ചു വാട്ടർഫോളാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ കൊടുക്കാത്തവരുടെ പാർട്ട് 2 ഉറപ്പായിട്ടും വരും. കൊടുക്കാത്തവരുടെ ഫുള്ള് വിഷ്വൽസ് ഞങ്ങൾ കാണിച്ചു തരും, ഉറപ്പായിട്ട് കാണിച്ചു തരും. ഇത് ഞങ്ങൾ ഒരു ട്രാവൽ വ്ളോഗ് എന്ന രീതിയിൽ എടുത്തുകൊണ്ട് മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഉറപ്പായിട്ടും വരും. അപ്പോൾ മിസ് ചെയ്യാതെ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതാകുമ്പോൾ ഇതിൻ്റെ പാർട്ട് 2 നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇതിലും വലിയ യാത്രകളും ഇതേപോലുള്ള കൊച്ചു യാത്രകളും നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റും. അപ്പോൾ ബൈ.